السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يعدكم صدق الله العلي العظيم. വേദിയിൽ ഭവിഷ്ഠനായിരിക്കുന്ന ഈ സദസ്സിൻ്റെ ഏറ്റവും ആദരണീയനായ അതിഥി മുഖ്യപ്രഭാഷകൻ ബഹുമാനപ്പെട്ട ശിഹാബ് പൂക്കോട്ടൂർ അവർകൾ, സദസ്സിലും മറ്റുമായി ഭവിഷ്ഠരായിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തിന് ഖൈറിൻ്റെ ഉറവിടമായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ബഹുമാനമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളുടെയൊക്കെ ജന്മം മനുഷ്യ ജന്മമാണ്. ഒരു മനുഷ്യ ജന്മത്തിന് ഈ ഭൂമിയിൽ നിയോഗിക്കപ്പെടുമ്പോൾ രണ്ട് കർത്തവ്യമാണുള്ളത്. മനുഷ്യനെന്ന് പറയുമ്പോൾ അതിൽ സമ്പൂർണ്ണ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഈമാനിൻ്റെ അഹ്ലുകാരെയാണ് നമുക്ക് സമ്പൂർണമായ മനുഷ്യന്മാർ എന്ന് വിളിക്കാം. മറ്റുള്ളവരിലൊക്കെ മാനുഷികമായ മൂല്യങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ സമ്പൂർണനായ മനുഷ്യൻ അത് യഥാർത്ഥമായ അകക്കണ്ണ് തുറക്കുകയും യഥാർത്ഥമായ കാതുകൾ തുറന്നിട്ട് സത്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്തവരാണ്. ആ നിലയിൽ ഒരു മനുഷ്യന്റെ നിയോഗം, അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കപ്പെട്ടാൽ രണ്ട് പ്രഥമമായ ലക്ഷ്യങ്ങളാണ്. ഒന്ന്, താൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ കാരണക്കാരനായ, തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചവനായ, തനിക്ക് വേണ്ടി എല്ലാം സംവിധാനിച്ചൊരുക്കിയ തൻ്റെ റബ്ബിനെയും അള്ളാഹുവിനെയും തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ ലക്ഷ്യം. അതാണ് നമ്മൾ ഇബാദത്ത് കൊണ്ടും മാരിഫത്ത് കൊണ്ടും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥതലങ്ങൾ. രണ്ടാമതായി നമ്മുടെ നിയോഗ ലക്ഷ്യം എന്താണ്? നമ്മൾ മാത്രം അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ്, നമ്മൾ മാത്രം ആ ദൈവികമായ സത്തയെ ഉൾക്കൊണ്ട് ആ ആത്മീയമായ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിട്ട് നമ്മൾ മാത്രം അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തുക എന്നതല്ല. മറിച്ചിട്ട് നമ്മൾ ഈ സത്യം മനസ്സിലാക്കിയതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ സത്യത്തിലേക്ക് എത്തിപ്പെട്ടതുപോലെ, ഈ സത്യത്തിന്റെ വെളിച്ചം, ഈ ഹക്കിന്റെ പ്രകാശം, ഇത് നമ്മളിൽ നിലനിർത്തുകയും അടുത്ത തലമുറകളിലേക്ക് കെടാവളക്കായി കൈമാറുകയും ചെയ്യുക എന്നുള്ളത് ഓരോ മുഅ്മിനിന്റെയും ഓരോ സമ്പൂർണ്ണ മനുഷ്യന്റെയും നിയോഗ ലക്ഷ്യമാണ്. എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിയാൽ മതി എന്നതാണ് ലക്ഷ്യമെങ്കിൽ ഒരിക്കലും തന്നെ 8-9 വർഷവും ചെലവഴിച്ചിട്ട് ഒരു മദ്രസയിലേക്കോ ഒരു വ്യവസ്ഥാപിതമായ ശരിയത്ത് കോളേജിലേക്കോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടം ചെലവഴിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിസ്കരിച്ചാൽ കിട്ടുന്നത് പ്രതിഫലമാണ്, നോമ്പ് നോറ്റാൽ കിട്ടുന്നത് പ്രതിഫലമാണ്, ഹജ്ജ് ചെയ്താൽ കിട്ടുന്നത് പ്രതിഫലമാണ്, സദഖ ചെയ്താൽ കിട്ടുന്നത് പ്രതിഫലമാണ്. ഇതിന്റെ ഒക്കെ അവസാനം എന്ന് പറഞ്ഞ് സ്വർഗമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ഒറ്റക്ക് സ്വർഗത്തിൽ പോകാൻ വന്നവരല്ല. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് രണ്ട് കരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കരങ്ങളിൽ യമീനൻ വ ശിമാലൻ, ഇടതും വലതും മുന്നിലും പിന്നിലുമായി നമ്മുടെ കൂടെ വലിയൊരു സംഘം ഉണ്ടാകണം, ഒരു ജമാഅത്ത് ഉണ്ടാകണം, ഒരു കൂട്ടം ഉണ്ടാകണം, സ്വർഗത്തിലേക്ക് വഴി നടത്തുന്ന ആളുകളായിട്ട് മാറണം. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. ഈ നമ്മൾ മനസ്സിലാക്കിയ സത്യം, ഈ നമ്മൾ ഉൾക്കൊണ്ട ഈ സത്യം അടുത്ത തലമുറയിലേക്ക് എങ്ങനെ എത്തിക്കും എന്ന പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിക്കുന്നിടത്താണ് നമ്മുടെ സമാജത്തിന്റെ പ്രസക്തി. എങ്ങനെ ഇത് എത്തിക്കും? ഇത് ആശയങ്ങൾ കൊണ്ടാണ് കൈമാറപ്പെടേണ്ടത്, വാക്കുകൾ കൊണ്ടാകണം ഇത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. അതുപോലെ തന്നെ എഴുത്തുകൾ കൊണ്ടായിരിക്കണം, വായന കൊണ്ടായിരിക്കണം. നേരത്തെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് സാർ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിക്കേഷന്റെ ചതുർതലങ്ങൾ, ആ 4 തലങ്ങളും കൂട്ടിച്ചേരുമ്പോഴാണ് കൃത്യമായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള എല്ലാ ആശയധാരകളും ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് കടന്നു പോകുന്നത്. ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. എന്താണ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സംസാരത്തിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ തനിയെ ഉണ്ടായിക്കൊള്ളും. ബഹുമാനികളെ, തിരുത്തപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആൻ ഷരീഫിൽ ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ട പ്രവാചകൻ. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല നബുവത്തും റിസാലത്തും കൊടുത്തു കഴിഞ്ഞ ചർച്ച പറയുന്നിടത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ആദ്യമായി ആവശ്യപ്പെടുന്ന കാര്യം ഖാല റബ്ബി ഇശ്റഹ് ലി സുദ്രി, പടച്ചവനെ, നീ എന്നെ ഈ ദഅവത്തിന് ഇറക്കുമ്പോൾ നീ എൻ്റെ ഹൃദയത്തിന് നീ വിശാലത ചെയ്യണേ. പലതരത്തിലുള്ള ആളുകളും ഉണ്ടാകും, അഭിസംബോധിതർ പലതരത്തിലുള്ള ആളുകളാണ്. ക്ഷമ കുറഞ്ഞവർ, ക്ഷമ കൂടിയവർ ഒക്കെ ഉണ്ടാകും. വയസ്സിർ ലി അംരി, അർത്ഥങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, കേവലം കണ്ണുകൊണ്ട് മാത്രം ദഅവത്തായിരുന്നുവെങ്കിൽ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിൽ നിന്നും കെട്ടിനെ നീ അഴിക്കണേ അല്ലാഹ് എന്ന് മൂസാ നബി ചെയ്ത ദുആ അസ്ഥാനത്താണെന്ന് പറയേണ്ടി വരും. അത് ജഹിലാണ്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ ജഹിൽ മുഹാലാണ് എന്നുള്ളത് അടിസ്ഥാന അഖീദയുടെ കിതാബ് മുതൽ നമ്മൾ എണ്ണി പഠിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല എന്ന് പറയുന്നിടത്ത് അത് നമ്മളൊരു ഗൗരവമേറെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, മുഫസ്സിരിങ്ങൾ എഴുതിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിക്കുണ്ടായിരുന്നു, സ്റ്റാമറിംഗ് ഉണ്ടായിരുന്നു. മൂസാ നബിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കൂല, കുടുക്കുണ്ടാകും നാവിന്. അല്ലാഹു തആല അത് മാറ്റിക്കൊടുത്തു. യഫ്ഖഹു ഖൗലി, നാവിന്റെ കെട്ടഴിക്കാൻ പറഞ്ഞത് എന്തിനാണ്? യഫ്ഖഹു ഖൗലി, പറയുന്ന ആള് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി കേൾക്കുന്ന ആളിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. യഫ്ഖഹു ഖൗലി. അതിന്റെ കൂടെ ഒരു ഹദീസും കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, ഇന്ന മിനൽ ബയാനി ലസിഹറ, തീർച്ചയായും സംസാരത്തിന് ചില മാസ്മരിക ശക്തിയുണ്ട്. പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇത് മഖാമുൽ മദ്ഹിൽ പറഞ്ഞതാണോ മഖാമുൽ ദമ്മിൽ പറഞ്ഞതാണോ, അതായത് സംസാരത്തിനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണോ നബി തങ്ങൾ പറഞ്ഞത്, അതല്ല സംസാരത്തിനെ പ്രശംസിക്കാനാണോ? ഏതായാലും അതിലൊരു ഹഖീഖത്തുണ്ട്, അതൊരു അർത്ഥതലമുണ്ട്. നിങ്ങൾ നോക്കി, ലോക ചരിത്രത്തിൽ നടന്ന എല്ലാ വിപ്ലവങ്ങളും നോക്കി, അതിന്റെ ഒക്കെ പിന്നിൽ ചില തീപ്പൊരി പ്രാസംഗികരുണ്ടാകും. ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന സദസ്സിനെ ഇളക്കി വിടുന്ന ചില വ്യക്തികൾ ഉണ്ടാകും. ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തി നമുക്കൊക്കെ അറിയാം ചരിത്രത്തിൽ. അയാളെ പറ്റിയില്ല, അയാളുടെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അയാൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സൈന്യത്തിനെ കൊല്ലാൻ പറയുമ്പോൾ കൊല്ലുന്ന, ഇത്രയും ക്രൂരമായ നാസി ക്യാമ്പിൽ ഇത്രയും രീതിയിലുള്ള നികൃഷ്ടമായ നിഷ്ഠൂരമായ ഈ ചെയ്തികളൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്ത് എന്ന് ചോദിച്ചാൽ അത് ഹിറ്റ്ലറുടെ പ്രസംഗമായിരുന്നു. നമ്മളൊക്കെ അതിന്റെ ബൈറ്റുകളൊക്കെ ഇന്ന് ലഭ്യമാണ്. ഒരു പ്രത്യേക രീതിയിൽ നമുക്കതിന്റെ ഒരു ശൈത്താനീയത്തിന്റെ സംസാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഹഖീഖത്താണല്ലോ, പൈശാചിക സംസാരം തന്നെയാണിത്. ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരമാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഹക്കിന്റെ സംസാരം അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് നടന്നിട്ട് അവിടെ കൊല ചെയ്യാൻ വേണ്ടി ഫിർഔൻ ഉത്തരവിടുമ്പോൾ അവിടെ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിക്കുന്ന രംഗം അല്ലാഹു പറയുന്നുണ്ട്. വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔൻ, അവരൊരു വ്യക്തി പറഞ്ഞു, യക്തും ഈമാനഹു, അയാൾ പൂർണ്ണമായി വിശ്വാസം വെളിപ്പെടുത്തിയിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിനെയും ഹാറൂൻ അലൈഹി സ്വലാമിന്റെ ദഅവത്തിനൊക്കെ മുൻനിർത്തിയിട്ട് ആ വ്യക്തി സന്ദർഭോചിതമായി ഹൃദയത്തിനെ തുറിച്ചു കൊള്ളുന്ന വിധത്തിൽ, മുറിച്ചു കളയുന്ന വിധത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, ഒരു വ്യക്തി ആ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അനുസരിച്ചിട്ട് എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ആ വ്യക്തിയെ കൊല്ലുകയാണോ? നോക്കി, ആ വിഷയാവതരണത്തിന്റെ ശൈലികൾ നോക്കി അല്ലാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, ആ വ്യക്തിയാണെങ്കിൽ വേണ്ട ആവശ്യമായ എല്ലാ തെളിവുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ യകു കാദിബൻ ഫഅലൈഹി കദിബുഹു, ഫറവ അയാൾ പറയുന്നത് കളവാണെങ്കിൽ അതിന്റെ എല്ലാവിധ അനന്തരഫലങ്ങളും അയാൾ അനുഭവിക്കും. വഇൻ യകു സാദിഖൻ യുസിബുക്കും ബഅദുല്ലദി യഅദികും, നേരെ മറിച്ച് അതെങ്ങാനും സത്യമാണെങ്കിൽ നാശത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയും പറയുന്ന രംഗം അല്ലാഹു തആല ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ ഇറങ്ങി നിൽക്കുന്ന സമൂഹം ഏതൊക്കെ തട്ടുകളിലാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. നമ്മളിലേക്ക് എത്തിയ ഇൽമ്, നമ്മളിലുള്ള ഈമാനിയായ നൂറുകൾ അൻവാറുകൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ അതിന് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും മൂർച്ചയേറിയ രണ്ട് ആയുധമാണ്, ദ മോസ്റ്റ് ഡെഡ്ലി വെപ്പണാണ്. ഒന്ന് നമ്മുടെ നാവും, രണ്ട് നമ്മുടെ കൈയും. കൈ എന്ന് പറഞ്ഞാൽ മുഷ്ടി ചുരുട്ട് അവിടെ അധികാരം ഉപയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തലല്ല, മറിച്ചിട്ട് നമ്മുടെ എഴുത്തുകളാണ്. നമ്മൾ ഇവിടുന്ന് കാലം ചെയ്തു പോയാലും, നമ്മൾ ഇവിടുന്ന് മരിച്ചു പോയാലും, നമ്മൾ എഴുതിയ ഓരോ വരികളും ഈ ഭൂമിയിൽ ബാക്കിയാകും. നമ്മൾ സംസാരിച്ചതിന്റെ ആ എഫക്റ്റുകളും ആ സ്വാധീനവും ഈ ഭൂമിയിൽ അത് പരമ്പരകളായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അല്ലാഹു മനസ്സിലാക്കി പെരുമാറട്ടെ. ചരിത്രത്തിന്റെ ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, ജൂലിയസ് സീസർ എന്ന് പറയുന്ന രാജാവിന്റെ സംഭവം നമുക്കറിയാം. റോം ഭരിച്ച ഒരു ചക്രവർത്തിയാണ്, 4 വർഷത്തോളം റോം ഭരിച്ച ചക്രവർത്തിയാണ് ജൂലിയസ് സീസർ. BC 45 ആകുമ്പോഴത്തേക്ക് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ സീസർ കൊല ചെയ്യപ്പെടുകയാണ്. സീസർ റോമിൽ പലവിധ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ട് നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ്. സീസറിന്റെ രാഷ്ട്രീയമോ മറ്റൊന്നും ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ മേഖലയിലേക്ക്, സ്പേസിലേക്ക് ഞാൻ വിടുകയാണ്. ആ ജൂലിയസ് സീസറെ കൊല്ലുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചത് ബ്രൂട്ടസ് ആണ്. ജൂലിയസ് സീസറിനെ ചതിയിൽ കൂടി വീഴ്ത്തുമ്പോഴും ജൂലിയസ് സീസർ ചോദിക്കുന്നുണ്ട്, യൂട്യൂബ് ബ്രൂട്ടസ്, നീയും എന്നെ കൊല ചെയ്യുന്നതിൽ, എന്നെ ചതിക്കുന്നതിൽ നീയും ഉണ്ടല്ലേ പങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ജൂലിയസ് സീസറിന്റെ മരണം, കൊല നടന്നതോടുകൂടി റോമിലെ ജനങ്ങൾ ആകപ്പാടെ ഇളകി. ജനങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള വ്യക്തിത്വമായിരുന്നു സീസർ എന്ന് പറയുന്ന വ്യക്തി.
ആ സ്ഥലത്തേക്കാണ് ബ്രൂട്ടസ് പ്രസംഗിക്കാൻ വേണ്ടി കയറി നിൽക്കുന്നത്. ബ്രൂട്ടസ് കയറി നിന്നിട്ട് കുറച്ചു സമയം പ്രസംഗിച്ചു. ആ പ്രസംഗം കൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇത്രയും വർഷം 4 വർഷക്കാലം ജൂലിയസ് സീസറിന് ഉണ്ടായ സ്നേഹവും ബഹുമാനവും മമതയും ഇഷ്ടവുമൊക്കെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് അടിമുടി മാറി. സീസർ കൊല ചെയ്യപ്പെടേണ്ടവൻ തന്നെയാണ് എന്ന ഒരു വികാരം, ഒരു മനോവികാരം, ഒരു ആശയം അവരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു. അവസാനം ബ്രൂട്ടസ് പറഞ്ഞു വെക്കുന്ന ഒരു വരിയുണ്ട്. ബ്രൂട്ടസ് പറയുന്നത്, ഞാൻ സീസറെ കൊന്നത് എനിക്ക് സീസറിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, എനിക്ക് സീസറിനേക്കാൾ റോമിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ആ വരികൾ ഇന്ന് വായിക്കുമ്പോൾ, നമ്മുടെ ചില ആളുകളുടെ കൊലപാതകവുമായി കൂട്ടി വായിക്കുമ്പോൾ വളരെ കറക്റ്റാണ്. നമുക്ക് ആ വ്യക്തിയോടുള്ള ദേഷ്യത്തിന്റെ പേരിലല്ല, ആ വ്യക്തിയേക്കാൾ റോം എന്ന് പറയുന്ന വിശാലമായ പ്രവിശ്യയോടുള്ള ആഗ്രഹത്തിന്റെ പേരിലും അഭിനിവേശത്തിന്റെ പേരിലുമാണ് എന്ന് ബ്രൂട്ടസ് പറഞ്ഞിട്ട് സദസ്സിന് ഒന്നടങ്കം ഇന്ന മിനൽ ബയാനിലെ സിഹറ കയ്യിലെടുത്തിട്ട് ബ്രൂട്ടസ് അവിടുന്ന് പോവുകയാണ്. പക്ഷേ ഹക്ക് എപ്പോഴും വെളിവാകണം. അതാണ് പറഞ്ഞത്, ഒരു നാവ് കൊണ്ട് ബാത്തിലിനെ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് 4 മിനിറ്റ് കൊണ്ട് ഇല്ലായ്മ ചെയ്തപ്പോൾ ആ സദസ്സിലേക്ക് അടുത്തത് കടന്നു വരുന്നത് മാർക്ക് ആന്റണി എന്ന് പറയുന്ന ജൂലിയസ് സീസറിന്റെ ഇഷ്ടക്കാരനായ വ്യക്തിയാണ്. അയാൾ കയറി നിന്നുകൊണ്ട് പറയുന്ന ആ പ്രസംഗം വളരെ വളരെ അർത്ഥവത്തായ രീതിയിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ലഭ്യമാണ്. ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമാൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. എന്റെ സുഹൃത്തുക്കളെ, റോമുകാരെ, നിങ്ങളുടെ കാതുകൾ എനിക്ക് നൽകിയാലും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചില വാചകങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ബ്രൂട്ടസ് പറഞ്ഞതിനെ ഗണ്ണിക്കാൻ വേണ്ടി വന്നവനല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ജൂലിയസ് സീസറിന് ഇഷ്ടപ്പെട്ടിരുന്നില്ലേ? ആ ഇഷ്ടപ്പെട്ടിരുന്നത് വിത്തൗട്ട് എ കോസ്, ഒരു കാരണവുമില്ലാതെ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ വെറുക്കാൻ വേണ്ടി എന്ത് കാരണമാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൃദയഭേദകമായ സംസാരം മാർക്ക് ആന്റണി നടത്തുന്നു. എന്റെ അവസാനം സീസറിന്റെ ആ ശവപ്പെട്ടിയിൽ, കഫിനിൽ ജൂലിയസ് സീസറെ കടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് മാർക്ക് ആന്റണി പറയാൻ, ആൻഡ് മൈ ഹാർട്ട് ഈസ് ഇൻ ദ കഫിൻ വിത്ത് സീസർ. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും എന്റെ ഹൃദയം സീസറിന്റെ കൂടെ ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. ബഹുമാനികൾ, അതന്നെയാണ് ആശയ കൈമാറ്റം എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. And I must pause till it come back to me. ഞാൻ ഇവിടെ നിർത്തുകയാണ്. സീസറിന്റെ ശവപ്പെട്ടിയിൽ നിന്നും ആ ഹൃദയം എന്നിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഇനി നിങ്ങളുടെ മുമ്പിൽ സംവദിക്കാനുള്ള വാക്കുകൾ എന്റെ കയ്യിലില്ല. ബഹുമാനികളെ, ചരിത്രത്തിൽ എന്തെല്ലാം വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ടോ, അത് നന്മയുടെ വിപ്ലവങ്ങളാകട്ടെ, ധാർമ്മിക വിപ്ലവങ്ങളാകട്ടെ, മനുഷ്യഹത്യകളാകട്ടെ, ജനോസൈഡ് ആകട്ടെ, അതിന്റെ ഒക്കെ പിന്നാമ്പർ നമ്മൾ പരിശോധിച്ചാൽ സമൂഹത്തിനെ ഇളക്കിവിട്ട ചില വ്യക്തികൾ ഉണ്ടാകും. ബഹുമാനികളെ, നമുക്ക് നാവ് അല്ലാഹു എന്തായാലും നൽകിയിട്ടുണ്ട്. അല്ലാഹു മരണം വരെ നമുക്ക് കലാമും ഒക്കെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ, ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എന്റെ നാവ് വിധ്വംസകത്തിന് വേണ്ടിയിട്ടും വിദ്വേഷത്തിന് വേണ്ടിയിട്ടും സംഘങ്ങളെ രണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഗ്രൂപ്പുകളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഹൃദയങ്ങളെ മുറിക്കുന്നതിന് വേണ്ടിയിട്ടും എന്റെ അറിവും എന്റെ ആശയധാരയും ഉപയോഗിക്കണോ, അതല്ല നന്നാക്കുന്നതിനും ഒന്നാക്കുന്നതിനും ഹൃദയങ്ങളെ ഒട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കേണ്ട, നട്ടലെടുക്കേണ്ട, തീരുമാനമെടുക്കേണ്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. അതിനുള്ള ഏറ്റവും വലിയ പ്രഥമമായ ഘട്ടമാണ് നമ്മുടെ സമാജങ്ങൾ. സമാജം എന്ന് പറയുമ്പോൾ പ്രസംഗിക്കാനുള്ള ആളൊക്കെ പ്രസംഗിക്കുക, പാടാനുള്ള ആൾ പാടുക, കുറച്ചാൾ ഇങ്ങനെ കാണാനുണ്ട്. അങ്ങനെ ആവരുത്. നമ്മൾ തുടങ്ങണം. നമ്മുടെ സഭാകമ്പം നമ്മൾ മാറ്റണം. സ്റ്റേജ് ഫിയർ നമ്മൾ മാറ്റണം. അതിന് വ്യക്തിപരമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിനുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു കട്ടിങ്, ആ ഒരു പ്രശ്നം നമ്മൾ മുറിച്ചു മാറ്റിയിട്ട് നമ്മൾ സദസ്സിന്റെ മുമ്പിലേക്ക് എത്തണം. ഹക്കുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ധൈര്യം കാണിക്കണം. ഒരു കാര്യം കൂടി ഉണർത്തിയിട്ട് നാം വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സത്യത്തിൽ പ്രാസംഗികന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രാസംഗികന്മാർക്കൊക്കെ, എല്ലാ തരത്തിലുള്ള പ്രാസംഗികന്മാർക്കും ഒരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമിന്റെ അപ്പുറത്ത് സംസാരിക്കാൻ കഴിയില്ല. ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതൊന്നിക്കിൽ സംഘടനയുടെ ഫ്രെയിം ആയിരിക്കും. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില ആശയധാരകളുടെ ഫ്രെയിം ആയിരിക്കും, ചില ഇസങ്ങളുടെ ഫ്രെയിം ആയിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് സംസാരിക്കൽ വളരെ പ്രയാസമാണ്. ഞാൻ ഏത് ആശയത്തിൽ കുടികൊള്ളുന്ന ആളാണോ, ആശയം എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന ആശയം അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിന് കൃത്യമായ തഅ്വീൽ നൽകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അർത്ഥത്തിലുള്ള ഉദ്ദേശമല്ല. ഞാൻ ഏത് കൂട്ടത്തിലാണ് നിൽക്കുന്നത്, അത് എ ആണോ ബി ആണോ സി ആണോ, അതിനനുസരിച്ച് മാത്രം പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു റോബോട്ടിക്കായ വ്യക്തിയാകുന്ന ആളുകളല്ല നമ്മൾ ആകേണ്ടത്. നമുക്ക് കടപ്പാടും കടമയും ഉള്ളത് അള്ളാഹുവിനോടും റസൂലിനോടും. ഇന്നിവിടെ എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് കലിമ പറയാനും ഹക്ക് പറയാനും പ്രചോദനമേകിയ അയിമ്മത്തിന്റെയും മുഫസ്സിരീങ്ങളുടെയും മുഹദ്ദിസീങ്ങളുടെയും ഒരു പരമ്പരയുണ്ട്. ആ പരമ്പരയോട് മാത്രമേ നമുക്ക് കടപ്പാടുള്ളൂ.
ആ പരമ്പരയോട് മാത്രമേ കടപ്പാടുള്ളൂ. ആ പരമ്പരയുടെ കടപ്പാട് നിലനിർത്താൻ ഏതറ്റം വരെ സംസാരിക്കേണ്ടി വന്നാലും അത് നമ്മുടെ ഫ്രെയിമിന്റെ അകത്തായാലും ശരി പുറത്തായാലും ശരി ഹക്ക് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല അതിനുള്ള ഹിമ്മത്തും ഇഖ്ലാസും ഒക്കെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഈ സദസ്സിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ മഹത്തായ വചനം കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ഈ സദസ്സിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.